നീ എന്നെ പഠിപ്പിക്കണ്ട എങ്ങനെ സംസാരിക്കണമെന്ന്. എങ്ങനെ സംസാരിക്കണം എന്നോട് പഠിപ്പിക്കണ്ട. ഞാൻ സംസാരിച്ച് നോക്കട്ടെ അവരോട്. കഥ ഇതാണ്. നമ്മൾ 4 പേരായിട്ട് ബീച്ച് സൈഡിൽ വെള്ളം അടിച്ച് ഓഫ് ആയപ്പോ നമ്മുടെ രണ്ടുപേരെ കൈ കിടന്ന വാച്ച് ആരും അടിച്ചോണ്ട് പോയി. ഓക്കെ, ബീച്ച് സൈഡിൽ വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. കിടന്ന് ഉറങ്ങി പറഞ്ഞാൽ വെള്ളം അടിച്ചെന്ന് പറയണ്ട. കഞ്ചാവ് എഴുതി വെച്ചോ. മിണ്ടാര് എന്തേ പേടി എന്തേ സാർ നിങ്ങൾ സംസാരിക്കല്ലേ മഴയിൽ ഞാൻ സംസാരിക്കാം. ഇതുവഴി ഇറങ്ങണ്ട, ഇതുവഴി ഇറങ്ങ ഇങ്ങോട്ടാ. എനിക്ക് എന്തിന് നീ അണ്ണനെ കാണണോ? ഹലോ സാർ ഒന്ന് വരും, ഒരു പരാതി പറയാനുണ്ടായിരുന്നു. പേരെന്താണ് താമസം? എന്റെ പേര് പരന്തു വാസു സാർ. രോഗത്തിൽ ഇയാള് പുതിയതാ, വേറെ പിടിയണ്ണ. എന്ത് പറ്റി? ഹെൽമെറ്റ്, മാസ്ക്? സാറേ എനിക്ക് ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. സാർ എനിക്കൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നേ. സാർ ഇന്നലെ നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ബീച്ചിൽ വെച്ചിട്ട്. അപ്പൊ ബീച്ചിൽ പാർട്ടി ഉള്ളതുകൊണ്ട് നമ്മള് രാത്രിയിൽ കുറച്ച് ചെറുതായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഞങ്ങൾ രണ്ടും കിടന്ന് ഉറങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഉണ്ടായിരുന്നു. എന്റെ ഹുബ്ലൂട്ട് ഉണ്ടായിരുന്നു, ഇവന്റെ നിന്റെ ഏതായിരുന്നു? അപ്പൊ ഈ 2 വാച്ചും ആരോ മോട്ടിച്ചോണ്ട് പോയി സാറേ. ഞങ്ങൾക്കത് ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതിന്റെ കോസ്റ്റ് ഓഫ് വാല്യൂ എന്ന് പറയാമോ? എന്റെ ഹുബ്ലോട്ടിന് ഒരു 1.5 കോടി രൂപ വരും സാർ. 75 ലക്ഷം. അത് 75 ലക്ഷം. അല്ല, ഒരു വാക്കുപോലെ സംസാരിക്കാത്ത മറന്നോ സാർ? എന്താണ് എന്തൊരു കഷ്ടാണിത്. ആളെ വിളിക്കേണ്ടി വരും. എങ്ങനെങ്കിലും ചൊറിഞ്ഞിതാക്കണം അവൻ. എങ്ങനെങ്കിലും ഒരു വാക്കുപോലെ സംസാരിക്കണം എന്ന് പറഞ്ഞാലോ കേട്ടാ ബോബോയും ഇവനും. കേട്ടാ ഇപ്പൊ 2 വാച്ച് സാർ. ഒരെണ്ണം 1 കോടി രൂപ, ഒരെണ്ണം 75 ലക്ഷം. അതായത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയാമോ സാർ? സാൻഡിലല്ല, അയ്യോ സാർ, നമ്മുടെ മുതുക്ക് ഗറാജിന്റെ അവിടെ നേരത്തെ ബീച്ച്, മുതുക്ക് ഗറാജ് അറിയില്ലേ സാറേ? ബീച്ചിന്റെ സൈഡിൽ കിടക്കുമായിരുന്നു. ലൈക്ക് വാട്ട് പർപ്പസ്? പാർട്ടി കഴിഞ്ഞ് അവിടെ ഒരു ബീച്ച് പാർട്ടി എന്നുള്ള രീതിയിലായിരുന്നു സാർ. എന്തിന്റെ ഇതിലാണ് പാർട്ടി? ബർത്ത്ഡേ ആയിരുന്നു. ലാസ്റ്റ് സിറ്റുവേഷൻ എന്തായി? അതിന്റെ എവിഡൻസ് ഒക്കെ കിട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ജ്വല്ലറി കിട്ടിയിട്ടില്ല, ബാക്കി റെസ്പോണ്ട് കേസ് ജ്വല്ലറിന്റെ കേസ് സാറേ. അല്ല, ഞാൻ എന്തായാലും ഇപ്പൊ പകുതി ഇൻഫർമേഷൻ എടുത്തു. ഓക്കെ, അപ്പോ നിങ്ങളെ പറഞ്ഞു വരുന്ന കേസില് പാർട്ടി എന്തിന്റെ ബേസിസിലായിരുന്നു? ബർത്ത്ഡേ ആരുടെ? ബാബുന്റെ ബർത്ത്ഡേ. ഓക്കെ, എത്രാമത്തെ ബർത്ത്ഡേ ആണ്? ആക്ച്വലി എന്റെ ബർത്ത്ഡേ വരുന്നത് നവംബറിലാണ്. 4 വെച്ചിട്ട് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഇതായിരുന്നു, പാർട്ടി ആയിരുന്നു. അങ്ങനെ. നമുക്ക് പിടിച്ചാ ഓ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോ ഇന്നലെ ആ സമയത്ത് നിങ്ങള് വേറെ, അതായത് നിങ്ങളുടെ ആൾക്കാരല്ലാതെ വേറെ പുറത്ത് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഇന്നലെ ഒരു കറുത്ത കളർ ഒരു കിയ കാറില് അവിടെ ഒരു ടീം പോയില്ലായിരുന്നോ? അതെ സാർ, അവരെയാണ് നമുക്ക് സംശയമുള്ളത്. പക്ഷെ നമ്പർ ഒന്നും കണ്ടില്ല, ഇരുട്ടായിരുന്നു സാറേ.
സിറ്റിയിൽ കിയ കാർ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു വെഹിക്കിൾ ആണ്. സോ ഓ അത് എല്ലാവരുടെ അടുത്തും ഇപ്പോ കാണാൻ സാധിക്കും. ഈ നമുക്ക് ഓക്കെ ഓക്കെ എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ആ. ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ആ എവിഡൻസ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് പറ്റൂല. ഓക്കെ സാർ ഓക്കെ സാർ. ഇവിടെ മറ്റേ സാറിന് എന്ത് കഫി അതായത് കേട്ടാ, ഇപ്പോ കഫി നിങ്ങൾ നിർത്തിയേക്കുവാ. ഇൻവൈറ്റ് ചെയ്ത ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർ മാത്രമാണ് വന്നേക്കുന്നത്, അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നായിരുന്നു പാർട്ടി? ഇല്ല നമ്മളൊരു കുറച്ച് പേര് ഒരു നാലഞ്ച് പേര്. 5-6 പേരെ ഉള്ളായിരുന്നു സാറേ എല്ലാം കൂടെ. കൃത്യമായിട്ട് ഒരു വാല്യൂ ഡെവിൻ പറയാൻ കാർലോസ് പറ്റില്ല. ആണ്. 6 പേര്. നമ്മള് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 4 പേരും ഇത് കൂടാതെ 2 ഫ്രണ്ട്സും അവരെ അങ്ങനെ പക്ഷെ അതിലൊരാൾ പീഡിയിലുള്ള ആളായിരുന്നു സാറേ. അതാരാ അതാരാ? അയാള് സാറേ, പേര് പോലീസിലാന്നല്ലേ പറയാൻ പറഞ്ഞത്? പോലീസിലാന്നല്ലേ പറഞ്ഞത്? ആ അല്ല പോലീസാന്ന് അല്ല പറഞ്ഞു. ഇവര് പോലീസാന്നാ പറഞ്ഞത്? മനസ്സിലായി. പോലീസാന്നാ അതെ പറഞ്ഞത്? അതെ പോലീസാന്നാ പോലീസ് പറഞ്ഞത്? തന്നെ പറഞ്ഞു എന്നോട് സാറേ പറഞ്ഞു. സാറേ ഗ്രേ കളർ മുടി സാറേ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് 2 ഇട്ടേക്കുന്നേ. ആ, ഒരാള് ഇനി ഒരാളേ ഫേക്ക് ആണോ ഉള്ളൂ. നമുക്ക് സർട്ടിഫിക്കറ്റ് നോക്കിയില്ല. എന്റെ മുടിയുടെ കളർ എന്തായിരുന്നു അണ്ണാ? വെള്ളയോ? സാറേ എന്റെ Okay. ഗ്രേ കണ്ടോ, അതിലും കൂടി ഇച്ചിരി കൂടെ ഡാർക്ക് ഗ്രേ. അതില് ഓക്കെ, മറ്റേ നിങ്ങൾ ഈ തന്നെ കുറച്ചു മുമ്പ് ചിക്സു പറഞ്ഞു പട്ടിയില്ലേ, പുറത്ത് ചിക്സു പട്ടി അതുപോലെ ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ആരെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ സാറേ നമുക്ക് പറയുന്നു എനിക്ക് തോന്നുന്നത് ഇവര് നമ്മളെ ആ, കൂട്ടാതെ വേറെ അപ്പൊ ഏതോ അവര് പാർട്ടിക്ക് പോയിരുന്നു, അതിനെ അപ്പൊ പറ്റി അവൻ ഇവര് തന്നെ സംസാരിക്കുന്നത്. കളന്ന് വന്നു സാറേ. ലൈക്ക് ബോബോയ് 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 ഒരു മിനിറ്റ് സാറേ. എടാ നമ്മുടെ വാച്ച് പോയ പീഡി സിറ്റുവേഷൻ പറയാം. ശോകമല്ലേ? പീഡി നിങ്ങൾ ഭയങ്കര രാത്രി ശോകമല്ലേ? പകല് മറ്റേ വെള്ളം അടിക്കാൻ പോയ അല്ല, സിറ്റുവേഷൻ അല്ല അല്ല. നിങ്ങൾ വെള്ളമടിച്ച് കിടന്ന സമയത്ത് ഇവന്റെയൊക്കെ ഇങ്ങനെ ഒരാൾ ചില്ലറ വന്നായിരുന്നു. മെല്ലെ അതാണ് ഞാൻ പറഞ്ഞത്. പേടിയാണ്. ഓക്കെ സാറേ ഓക്കെ സാറേ. സിവിലിയൻസ് ഒക്കെ മെല്ലെ വന്നതാണ്. സംസാരിക്കാം. അപ്പോ കണ്ടോ? ഏതാണിപ്പോ ലൈക്ക് 2 പാർട്ടി ഉണ്ടോ? എനിക്ക് അല്ല സാറേ, ഈ പാർട്ടി തന്നെ ഇവര് അടിച്ച് ഓഫായി കിടന്ന സമയത്ത് ഞാനും ഈ ബോബോയും എന്നുവെച്ചാൽ ഞങ്ങൾ കുറച്ചേ അടിച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു. okay. അതെ, അപ്പൊ അതെ. ഞങ്ങൾ കണ്ട ഇതാണ് ഏകദേശം ആ നിൽക്കുന്ന സാറുണ്ട്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, എനിക്ക് എന്റെ ബാബുന്റെ ആണ് വാച്ച് പോയത്. ഞങ്ങള് പറഞ്ഞോളാം Okay. സാറേ. Yeah, sure. ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേര് ഞങ്ങൾ 2 പേരെ മാത്രമായിട്ട് എങ്ങോട്ടേലും ഒന്ന് മാറ്റൂ. ആ ഓക്കെ. കണ്ണാ നമ്മളെ അങ്ങ് പുറത്ത് Come inside. ഇരിക്കൂ. Take your seats. മണക്കുന്ന ഇവന്മാരാണ് വാച്ച് എടുത്തെന്ന് പറഞ്ഞല്ലോ. Yes. ഇവിടെ പുറത്ത് വേറെ വണ്ടിയുടെ ആവശ്യമില്ല. സാറേ ഞാനൊരു കാര്യം പറയാം. വാച്ച് ഇല്ലേ, Watch. അത് മോട്ടിച്ചത് ഈ ബാക്കി ഇരിക്കുന്നവന്മാര് തന്നെയാണ്. അവന്മാരിലുണ്ട് വാച്ച്. അവന്മാരെ വേറൊന്നും സാറേ, പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവന്മാരുടെ- പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവന്മാരിലുണ്ട് വാച്ച്. ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. വാച്ച് അവന്മാർ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അതെ സാർ അതെ ഉമ്മർ ജോലിക്കൊന്നും പോയിട്ടില്ല പണ്ട് പോലെ. നമ്മളാണ് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചു തരാം. അപ്പോൾ പൈസ ഈയിടയ്ക്ക് ഒരു ബിസിനസിന് വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കില്ല പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്ലാസ്സിൽ കൂടുതൽ സാധനം ഒഴിച്ചിരുന്ന നമ്മളെ കമന്റ് ദിവന്മാരാണ്. മാത്രമല്ല സിറ്റുവേഷനിൽ ഇല്ലാത്ത കാര്യം ബോധം ഫുള്ള് പോയെങ്കിലും നമുക്ക് കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിത് കവറപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവന്മാര്. അപ്പൊ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പിന്നെ ഇവന്മാരില്ലാതെ ആ സിറ്റുവേഷനിൽ വേറെ ആരും തൊട്ടടുത്ത് വന്നിട്ടില്ലായിരുന്നു. കുറച്ച് ഓ, crucial ശാന്ത് ആണല്ലോ. എവിടെ? ലൈക്ക് ഫാമിലി മെമ്പേഴ്സ് തന്നെ സാർ ഇത് പിടിച്ച് 2 കൊടുത്താൽ എന്തായാലും പറയും സാറേ. സാർ പിടിച്ച 2 കൊടുത്ത എന്തായാലും പറയും സാറേ. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. പേരൊന്ന് മെൻഷൻ ചെയ്യാമോ രണ്ടുപേരുടെ? ജർമ്മൻ കണ്ണാപ്പി, ബോബോയ്, മാഫിയ ബോബോയ്. If you don't mind, ഞാൻ ഫുഡ് കഴിച്ചോട്ടെ. ഓക്കെ സാർ സാർ ഞങ്ങൾക്ക് അത് കണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് സാറേ. അറിയാം ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ ഒന്ന് വെളിയിലോട്ട് ആക്കിയിട്ട് ബാക്കി ആക്കിയിട്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി സാർ, കുഴപ്പമില്ല. നമുക്ക് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ആണല്ലോ. ലൈക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എക്സാക്ട് ആയി തോന്നുന്നു. സാറേ എന്റെ കയ്യിൽ CCTV വിഷ്വൽ വരെ ഉണ്ട്. ഞാൻ സാറിന് ഫോർവേഡ് ചെയ്യാൻ മെയിൽ ID തന്നു. സാമാനൊന്നുമല്ലേ ആരുടെ നീ? മുടി നോക്ക്. സാറേ പ്രശ്നം ഉണ്ടാക്കോ സാറേ? സാറേ കണ്ട ഇവന്മാരാണ്. പീഡിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സാറേ. അല്ല, അത് നമ്മുടെ ഓഫീസേഴ്സ് ഹാൻഡിൽ ചെയ്യും. വലിയ മാഡം, അൺവാണ്ടഡ് ആയിട്ട് ടോക്സ് അവിടെ ബഹളം ഉണ്ടാക്കുന്നതായിരുന്നു. ഇനിയും സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ റെഗുലർ ആക്ഷൻ എടുക്കും. ഓക്കെ. ലൈക്ക് നിങ്ങള് ഇപ്പോ ഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ആൽക്കോഹോൾ ഇപ്പൊ എത്ര ലെവൽ വരെ കുടിച്ചു? അതായത് ഒരു എത്ര ലിറ്റർ വരെ കുടിച്ചിട്ടുണ്ട്? സാറേ എനിക്കൊരു ലെവൽ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവന് എന്നെ കിടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്. അപ്പൊ ഞാൻ നൈസായിട്ട് കുടിക്കുന്ന പോലെ എന്റെ ഫുഡിക്കകത്തോട് ഇങ്ങനെ ഒഴിച്ച് താഴോട്ട് കളഞ്ഞുകൊണ്ടിരുന്നു. ഇവൻ വിചാരിച്ച് ഞാൻ കുടിച്ച് ബോധം കിട്ടി കിടക്കുവാണെന്ന്.
ഒന്ന് ഇതായപ്പോഴത്തേക്കിന് നൈസായിട്ട് വന്ന് ബാബുവിന്റെ കയ്യിലെ വാച്ച് അഴിക്കുന്ന ഞാൻ കണ്ട്. അപ്പൊ എനിക്കിത് മനസ്സിലായില്ല സാർ, ഞാനാണെങ്കിൽ എനിക്ക് കുടിക്കുകയും ചെയ്ത്. ബാബു കുടിച്ച് ഓഫായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യില് ഞാൻ അറിഞ്ഞോണ്ട് എന്നെ പിടിച്ച് എനിക്ക് ഇക്കിളി വരും ഡോക്ടർ, അല്ല സാറേ. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഞാൻ ഉറങ്ങി കിടക്കുന്ന പോലെ അഭിനയിച്ചിട്ട് വാച്ച് അഴിച്ച് ടേബിളിൽ വെച്ച് നൈസായിട്ട് അതും എടുത്ത് പോക്കറ്റിൽ വെച്ച് അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് രാവിലെ ആയപ്പോൾ ഒന്നും അറിയാത്ത പോലെ നമ്മൾ വണ്ടിക്കകത്ത് കയറിയപ്പോൾ നിങ്ങളുടെ വാച്ച് എവിടെയാണ് എനിക്ക് ഓൾറെഡി അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വലിയ ആക്ഷൻ ഒന്നും ഇട്ടില്ല. അപ്പം ഞാൻ നൈസായിട്ട് ഇവരെ ഇടാൻ നമുക്ക് PDP കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ വരുന്ന വഴിയാ സാറേ ഇങ്ങോട്ട്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അറിയുന്ന ആൾക്കാരാണ്, സോ തുറന്ന് പറഞ്ഞൊരു ഇല്ല സാർ, അത് ഇതിന് മുന്നേയും പലതവണ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സാർ. നമ്മള് ആരൊക്കെയാണേലും സാറേ എന്തൊക്കെയാണേലും ഉണ്ടല്ലോ, തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടണം. എന്നെ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛൻ 3 വർഷം ജയിലിലായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും പറയും എന്തൊക്കെ ചെയ്താലും കള്ളന്മാർക്ക് ഒത്താശ കൊടുത്തും കട്ടും മുടിച്ചും ജീവിക്കരുതെന്ന്. അതുകൊണ്ട് കള്ളന്മാരെ എൻകറേജ് ചെയ്യാൻ എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല സാറേ. അതുകൊണ്ട് എനിക്ക് ഒരു ആക്ഷൻ വേണം. അത് ശരിയാണ്. ഒരു ഫാമിലിയിൽ പോലും ഇപ്പോൾ ആര് ഉണ്ടെങ്കിലും നമ്മളത് അതിന്റെ ശിക്ഷ എടുക്കണം. ലൈക്ക് അതിനു മുമ്പ് നിങ്ങൾ വാണ് വല്ലതും ചെയ്തായിരുന്നു അവരെ? ഇല്ല സാർ, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തിനാ വാൺ ചെയ്യണം സാറേ? കട്ടും പൊട്ടിച്ചും ജീവിക്കുന്നവന്മാരെ എന്ത് പറഞ്ഞു നന്നാക്കാനാ? സാർ പക്ഷെ ഒരു കാര്യം, ഈ തൊണ്ടിമുതൽ എവിടെയാണ് ഒരു പറ്റില്ല സാർ. അവര് രാവിലെ ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമാവില്ല. ഇതിന്റെ ഇടയിൽ ഇവര് ഇവിടെ കൊണ്ടിട്ട് മുക്കിനോ പൂട്ടിനോ അറിയില്ല. അതെ, ഓക്കെ, അവരിപ്പോ കണ്ണിൽ കാണുന്നില്ല. വലിയ മാഡം സാർ, ഞങ്ങളുടെ റിക്വസ്റ്റ് സാർ, നമ്മുടെ അനിയന്മാരാണ് ഇത്. എങ്ങനെയും നേരെയാവണം സാർ. ലോക്കൽ പിള്ളിട്ട് രണ്ട് അടിയെങ്കിലും കൊടുത്ത് ഇനി ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ ഒരു ബോധവൽക്കാരം നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഹെൽപ്പായിട്ട് ചെയ്തു തരുന്നത്. അതെ തീർച്ചയായും. അതിനു മുമ്പ് ലൈക്ക് അവരുണ്ടോ ഇവിടെ? വിളിച്ചു വരുത്താം സാർ, വിളിച്ചു വരുത്താം. ഓക്കെ, അവര് പോകുന്ന ആൾക്കാർ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരാണ്. ഇല്ലാതാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവരെല്ലാവരും മാരായിട്ട് ബിഹേവ് ചെയ്യുന്നു. അവരതൊരു ബാലൻസ് ചെയ്ത് ബിഹേവ് ചെയ്യുന്നില്ല. മാസ്ക് ഊരണേ സാർ, എനിക്ക് അലർജിയാണ്. അലർജിയാണ്, ഇൻഫെക്ഷൻ ആണ് സാർ. സാറേ വിളിച്ചോ? സാറേ കേറട്ടെ അങ്ങോട്ടെ? ഇല്ല ഒരു മോഷണം സാർ. നോ മോർ കോംപ്ലിക്കേഷൻ. പീഡിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധിച്ചാൽ മതി. ഇത് നാട്ടിലെ സത്യം പറഞ്ഞ സാറേ പീഡിക്ക് ഒരു ചീത്തപ്പേരുണ്ട്. അതായത് ഒരു റെഡ് കളർ ഇട്ട ആള് കുറച്ച് ലൗഡിലാണ് സംസാരിക്കുന്നത്. ഇത്രയും നേരം നമ്മുടെ വണ്ടിയിലും നോർമലായിട്ട് സംസാരിച്ചാണ്. ഇതിപ്പോ ഇവിടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആളുടെ. അല്ല, ഇവിടെ എക്സ്പോഷർ ആയിരിക്കില്ല. പുള്ളിക്ക് മനസ്സിലാവണം സാർ, അതൊന്നും പുള്ളിക്ക് മനസ്സിലാകത്തില്ല സാർ. അത് ഇവിടെ പണിഷ്മെന്റ് ഒന്നും ഇല്ലെന്നാ പറയുന്നത് സാർ. അങ്ങനല്ല, അവിടെ സംസാരിക്കില്ല. അപ്പൊ അവർക്ക് അതൊരു സാർ ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല സാർ. കുറച്ചേരം വെളിയിലോട്ട് നോട്ടെ. ഒരു മിനിറ്റ്, നമുക്കതൊന്ന് കളക്ട്. എനിക്കിത് ജനുവൻ ആണെന്ന് അറിയാം. അപ്പൊ അതിന് നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ സാർ, പ്രശ്നമില്ല. കാരണം സ്വന്തം അനിയന്മാർക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ച് മാത്രം വന്നിരിക്കുന്ന 2 വ്യക്തികളാണ്. ഇതിപ്പോ ഈ മോശം ശ്രമം ഇല്ലെങ്കിൽ പോലും ഇതിന് നല്ല രീതിയിൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ലൈക്ക് ഒരു മിനിറ്റ് ഭയങ്കര സൗണ്ട്. എന്തോന്ന് കുറച്ച് നല്ല മെല്ലെ സംസാരിക്കുക. ഇപ്പൊ സ്റ്റാർ കുറഞ്ഞില്ലേടാ? അങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല. എന്തൊക്കെ തർക്കമായിരുന്നു ഓർമ്മ പള്ളി. അല്ല, ഇത് വേണമായിരുന്നു പള്ളി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ലൈക്ക് ആ പുള്ളിക്കാരൻ ലൈക്ക് ഒരു എന്താ പറയാ, എഡ്യൂക്കേറ്റഡ് അല്ലേ പുള്ളി? സാർ, സ്കൂൾ എന്താ അവന്റെ സ്വന്തം പേര് എഴുതാൻ പറഞ്ഞാൽ പോലും അറിയാത്ത ഒരുത്തനായിരിക്കും. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും പാരന്റ്സ് തന്തയില്ല. നിന്നെ പറ്റിയാണല്ലോ സംസാരം. രണ്ടുപേർക്കും. അയ്യോ സാറേ, അറിയാണ്ട് അകത്ത് വന്നേണേ. ഞാൻ അകത്ത് കയറി പോയടാ.
ഒരുപാട് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാ സാറേ, ഒരുപാട് നോക്കിയായിരുന്നേ. നമ്മള് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാന് കൊറേ നന്നാക്കാൻ നോക്കിയതാ. പറഞ്ഞു കൊടുക്കും പെട്ടെന്ന് പറ്റുന്നില്ല. സാറേ ഇത് സഹിക്കാൻ പറ്റുന്നില്ല സാർ. നമ്മൾ മെന്റലി നല്ല ട്രോമയിലോട്ട് പോകുവാണ് സാർ. എങ്ങനെയും സാർ നിങ്ങളെ വിശ്വസിച്ചാണ് സാർ നമ്മളിപ്പോ ആകെ ഇപ്പോൾ വിശ്വാസം നിങ്ങളെ മാത്രമാണ് സാർ. നമ്മൾ അങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്താല് ആ പുള്ളിക്കൊരു മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വട്ടല്ല സാർ, തന്തയില്ലായ്മയാണ്. തന്തയില്ലായ്മ, അത് വട്ടല്ലത് സാറേ. അങ്ങനെയൊന്നും പറഞ്ഞോട്. അല്ല സാർ, ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞത് പോയതാ. വിഷമം കൊണ്ടാ സാർ, വിഷമം കൊണ്ടാ. പുള്ളിക്ക് നോർമലി ബിഹേവ് ചെയ്യാൻ ഇല്ല, അത് അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുവാണ് വർഷങ്ങളായിട്ട്. എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല സാറേ. സാർ നമ്മൾ കണ്ടവരുണ്ട് സാർ തെളിവായിട്ട്. ഇത് പിന്നെ സാറിന് വേണമെങ്കിൽ അതിന്റെ CCTV ഫയൽസും അയച്ചു തരാം. ഇല്ലാത്തല്ല, ഇത് സാറിന്റെ നേരത്തെ പറഞ്ഞ ഒരു കംപ്ലൈന്റിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോ സാർ, അപ്പോ ഇതിൽ കൂടുതൽ തെളിവുകൾ എനിക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല സാർ. പക്ഷെ നിങ്ങളൊന്ന് പുള്ളിക്കാരന്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ജർമ്മൻ കണ്ണാപ്പി സാർ, ജർമ്മൻ കണ്ണാപ്പി. ജർമ്മൻ കണ്ണാപ്പി സാറേ. ഇത് നമ്മുടെ മറ്റേ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പുള്ളിയായിട്ട്. സാറേ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിന് വന്നിരുന്നു. ഞങ്ങള് ഒരു ജോലിക്കൊക്കെ എവിടെയെങ്കിലും പോകണം, കേറണമെന്നൊക്കെ ഞങ്ങള് കൊറേ വട്ടം പറഞ്ഞായിരുന്നു സാറേ. അതായത് സംഭവം സിറ്റുവേഷൻ ഞാൻ സാറിന് വേണമെങ്കിൽ പറഞ്ഞുതരാം. കേക്കാവോ? സാറേ, സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറച്ച് PD ഓഫീസേഴ്സ് അന്നൊരു മീറ്റിംഗും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ ഗാരേജിന്റെ അടുത്ത് കൂടി നിൽക്കുകയായിരുന്നു. നമ്മള് ജസ്റ്റ് ലൂസ് ടോക്ക് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് പുള്ളി വണ്ടിയായിട്ട് വണ്ടി വന്നപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു PD ആപ്ലിക്കേഷൻ എടുത്തായിരുന്നു, അപ്പോൾ ജോലിക്കായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നോർമലി നമ്മൾ സിറ്റിസൺസിന് ഈ സൈഡിൽ ബാക്ക് സൈഡിൽ പാർക്കിംഗ് ഇല്ല, അതായത് ഫ്രണ്ട് സൈഡിൽ മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. അത് PD സൈഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പുള്ളിയോട് തന്നെ, സാറേ വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്തോ പറഞ്ഞിട്ട് പുള്ളി പോയി. പുള്ളി അവിടെ വണ്ടി അപ്പുറത്ത് കൊണ്ടേ പാർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു വീണ്ടും ഇതേമാതിരി, സാറേ PD ജോയിൻ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു. PD ജോയിൻ ചെയ്യാൻ സാറേ, ഒന്നാമത് PD ജോയിൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ സെക്ഷൻ നടക്കുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, അതായത് 8 മണി to 10 മണി. പിന്നെ ഒന്നാമത് നമ്മൾ പുറത്തന്ന് PD അങ്ങനെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ നമ്മൾ വെച്ചിട്ടില്ല. അതായത് നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ പുറത്ത് അറിയിക്കുന്നുണ്ട് P1 ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട്, കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ PDയിലോട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാനാണ് അറിയേണ്ട കാര്യം. കാരണം ഞാനാണ് ഇവിടുത്തെ DC ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാനാണ് DCP ആയിട്ട്. അപ്പോ അങ്ങനെ വന്നപ്പോ നമ്മുടെ സർജന്റ് ഉണ്ടായിരുന്നു, സീനിയർ സർജന്റ് ആയിട്ടൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു, സാറേ ഈ മുഖത്ത് അന്ന് പുള്ളിക്കാരന്റെ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുഖത്ത് ഒരു ഇതായിട്ട് വന്നപ്പോ പുള്ളിയോട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ്. അത് പിന്നെ ഒന്നാമത് സാറിന് അറിയാലോ, ഒരു PD ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബിൽ ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ ഒരു എങ്ങനെ വേണം, എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ മാന്യ രീതിയിലുള്ള ഡ്രസ് ചെയ്യാൻ. പുള്ളിയാണെങ്കിൽ അന്ന് എന്തോ ഒരു കറക്റ്റ് ഡ്രസ് ഓർമ്മയില്ല, പക്ഷെ ഒരു ഇന്റർവ്യൂവിന് വന്ന കോലമായിരുന്നില്ല പുള്ളിയുടെ. മസാല തേച്ച് വിടുവല്ലേ? മസാല തേച്ച് വിടുന്നുണ്ട്. അപ്പോ സാറേ, അപ്പൊ എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് എന്താണ് സാറേ എങ്ങനെ ഇരിക്കോ അതാണിത്. ചിലപ്പോ നിങ്ങൾ ആക്സിഡന്റിലോട്ട് കിടന്നു സാർ, നമുക്ക് കാര്യം മനസ്സിലായി, ബാക്കി നമുക്ക് മനസ്സിലായി. അത് പിന്നെ പോലീസ് ആവുമ്പോ എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ വ്യത്യാസമൊന്നുമല്ല. സാർ ഇവിടെ ജയില് അണ്ടർഗ്രൗണ്ടിലാണോ? ഓ, നമുക്ക് ജയില് താഴെ ഉണ്ട്, പിന്നെ അതല്ലാതെ തന്നെ മെയിൻ ജയിലായിട്ട് വേറെ ഒന്നുണ്ട്. ഓ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം സാർ, നമ്മൾ വിട്ടു. ആ പുള്ളിക്കാരന് ഓൾറെഡി അത് അനുഭവിച്ചതാണല്ലോ. അതെ, എനിക്ക് ഞങ്ങൾ ആ സിറ്റുവേഷന്റെ പേരിൽ പുള്ളിയെ ഞങ്ങൾ മറ്റേ പലേറ്റോ ജയിലിൽ കൊണ്ടുപോയതും അങ്ങനെയുള്ള ആക്ഷൻസ് എടുത്തതാണ്. അത് ഞാൻ പറയാം സാറേ, മറ്റേ കമ്പൗണ്ട് ഉരുട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ സാർ നന്നാൻ വേണ്ടിട്ട് നമ്മുടെ അനിയനെ നമ്മൾ സാറിന്റെ കൂടെ, അല്ല ഒരു മിനിറ്റ് സാറേ, സാറിന്റെ കൂടെ എത്ര അല്ലേ അദ്ദേഹം? എന്റെ ഓർമ്മ അവൻ തണ്ടയില് ജനിച്ചപ്പോ തൊട്ട് നമ്മളിവിടെ ആയിരുന്നു. ആണല്ലേ? അങ്ങനെ സാറ് അത്രയും കൊല്ലം ഇല്ല സാർ, നമ്മുടെ പോലെ വളർന്ന് നിൽക്കുമല്ലേ സാർ, കൈ ഊങ്ങി തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ചേട്ടനാണെന്ന് എങ്ങനെ പറയും? ശരിയാണ് സാർ, മനസ്സിലാവും. നിങ്ങളാകുമ്പോ കുഴപ്പമില്ല സാർ. വിഷമം കൊണ്ടൊന്നും സംസാരിക്കാനേ പറ്റത്തില്ല. അയ്യോ സാറേ, ഇമോഷണൽ പൊട്ടിക്കരയില്ലേ? ഇത്ര നാളെ കൂടെ നടന്നാലാണ് അനിയെന്ന് പറഞ്ഞ്
ഇതിനൊന്നും നമുക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് അതെ. ചേട്ടന്മാർക്ക് സാറേ കരയേണ്ട ഒരു അവസ്ഥ അതെന്താന്ന് വെച്ചാൽ വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളതിന്റെ ഒരു പ്രശ്നമാണ്. അതിപ്പോ നമ്മളിപ്പോ ഇതിന്റെ പേരിൽ നമ്മളിപ്പോ വീണ്ടും പുള്ളിക്കാരനെ എടുത്തോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും സാക്ഷ്യം പറയില്ല സാർ, നിങ്ങൾക്ക് ആവാം. അല്ല, ഹാവിംഗ് നൗ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. സോ ഒരു മിനിറ്റ്, കൊക്കിനെയും കൊല്ലണം സാർ, കൊക്കിനെയും കൊല്ലണം. അല്ല ഈ കംപ്ലൈന്റ് ഒന്ന് നിങ്ങളൊന്ന് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റിന്റെ പേരിലല്ല, ഈ പീഡിയിൽ വന്ന് എത്ര ന്യൂസൻസ് ഉണ്ടാക്കിയതിന്റെ പേരിലെങ്കിലും ഒരു കേസ് എടുത്തൂടെ സാർ? സാർ ഒന്ന് എനിക്ക് അനിയൻ നന്നായി കാണാൻ വേണ്ടിയിട്ടുള്ള 2 ചേട്ടന്മാരെ റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയത്. സാറേ എനിക്ക് തോന്നുന്നു സാറേ നമ്മുടെ EMS ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇല്ല സാർ, മെസ്സിങ് കംപ്ലൈന്റ് ആയാലേ ഉള്ളൂ. ഇനി സാറിന്റെ അസുഖം ഇവിടെ ആർക്കും ഇല്ലല്ലോ. എന്താ സാർ ഒരു ഇച്ചിരി മിനിറ്റ് പറയാ. എടാ ഈ സാറിന് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. അതെ അതെ അതെ, കൊറേ മുടിയൊക്കെ വളർന്നു, കൊറേ മുടിയൊക്കെ വളർന്നല്ലേ, കെട്ടി നിർത്തണം. വെട്ടി കെട്ടി വിടാം. ഭയങ്കര നമുക്ക് കാണാൻ പറ്റും സാർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവരെ. അല്ല വേറെ ഒന്നുമില്ല, നമ്മൾ ഇവന്മാർ നന്നായില്ലേ നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ല സാറിന് കൂടെ വരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറിന് ഓക്കെ ഓക്കെ, അത് എനിക്ക് ഓക്കെ നമ്മൾ ഓക്കെ അല്ലേ, ഇത് ഇവന്മാർ നന്നായില്ലേ നമുക്ക് നേരിട്ട് കാണാമല്ലോ. തിരിഞ്ഞു നോക്ക് ബാബു, അവരെ കെട്ടിക്കൊണ്ട് പോകുന്നു. സാറേ അയ്യോ സാറേ കരയില്ലേ സാറേ. അന്നത്തെ ഈഗോ ഇപ്പഴല്ല കാണിക്കണ്ട കേട്ടോ. അന്നത്തെ ഈഗോ വിഷമം കണ്ണാ, വിഷമമുണ്ട്, വിഷമം കണ്ണാ, വിഷമം. ഉമ്മാരൊക്കെ പരസ്യമായിട്ട് പട്ടി ആണല്ലോ സാറേ, ഇനിയിപ്പോ അതിന്റെ വിഷമം കാണും. സെല്ലോട്ട് ഇട്ടോ വാ സെല്ലിലോട്ട് വാ. സെല്ലോട്ട് വാ. 10 പീഡിയം വിളിച്ചിട്ട് ഉറക്കാൻ നിന്നേക്ക വാ. ഭയങ്കര നേരെ പണിഷ്മെന്റ് ആണ്. അപ്പൊ സെല്ലിട്ടേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എന്ത് സാർ കൈ വെക്കാതെ വിടല്ലേ, എന്ത് കൈ പിടിക്കാതെ വിടില്ല. കൈ വെക്കാതെ വിടല്ലേ സാർ. അല്ലെങ്കിൽ അല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയാം. നമുക്ക് പുള്ളിയുടെ വായിൽ നിന്ന് ഒരു കാര്യം വരുന്ന എന്താ ഓരോന്ന് വെച്ചിട്ട് ഫൈനായിട്ട് കൊടുത്തു തുടങ്ങിക്കോളൂ. ബാക്കി നമുക്ക് സാറാ, ഞാൻ ഇത്ര ഇമോഷണൽ ഉള്ള കാര്യം എന്താ വെച്ചാ, ഒരു മനസ്സിലായി. പീഡിയെ പോലെയുള്ള നിങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കണമെങ്കിൽ ചേട്ടനെ പോലത്തെ എന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് സംസാരിക്കണമെന്ന്? അല്ല ലൈക്ക് അല്ല സാറിന്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്റെ അടുത്ത് ഇതിലും ലോസ്റ്റ് ആയിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കണത്. പക്ഷെ എന്നിട്ട് ഞാൻ ഇത്രയും നാള് സഹിച്ചതാ. സാറേ അയ്യോ, അല്ല കേൾക്കുമ്പോ നമുക്ക് നമുക്കും വിഷമമുണ്ട്. ഞാനിപ്പോ അവരെ കസ്റ്റഡിയിൽ എടുത്തത് ലൈക്ക് ഇവിടെ നിന്നും നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും നിർത്താനായിരുന്നു. ബട്ട് ഇപ്പൊ കൊണ്ടുപോയ സമയത്താണ് അറിഞ്ഞത് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് സംസാരം. ആ സാർ ഒരു ഹെൽപ്പ് ചെയ്യാം സാർ. ഞങ്ങൾ സെല്ലിന്റെ സൈഡിൽ വന്നിരിക്കുക സാർ. 2 എണ്ണം പൊട്ടിച്ചിട്ട് വാച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ചോദിക്കാവോ സാർ? ഒറ്റ മിനിറ്റ് ഒന്ന് ചോദിക്കാവോ സാർ? നമ്മളൊരു ഇതിന് അവന്മാർ എവിടെയെന്ന് അറിയാൻ വേണ്ടി എങ്കിൽ നമ്മൾ പോയി ആ വാച്ച് എടുത്തോളാം, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ഡീൽ ചെയ്യല്ലോ സാർ. ഒന്ന് നമ്മൾ സെല്ലിന്റെ സൈഡിൽ നിന്നോളാം. നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ റോബേഴ്സ് ആയിക്കോട്ടെ, ഒരു സാഹചര്യം മൂലമാണ് എല്ലാരും ഒരു റോബറായി മാറുന്നത്. അപ്പൊ അവരെ ഇവിടെ ഉപദേശിക്കുകയും ഇവിടുന്ന് അവരെ ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് നമ്മള് ജയിലിൽ കൂടെ വിടാതെ ഫൈൻ വിട്ട് വിടുന്ന ഒരു സംഭവമാണ് ഇവിടെ അല്ല സാർ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ആദ്യം വന്ന് ഫൈൻ വാങ്ങിപ്പോയി, 2ാമത് ജയിലിൽ പോയി, 3ാമതും ഇത് തന്നെയാണ് സാർ. അത് ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാണ് സാർ പറയുന്നത്. ചിലപ്പോ നമ്മള് കൊച്ചിലെ മുതലേ വഴക്കും തല്ലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടില്ല. ഇപ്പൊ ചിലപ്പോ സാറൊന്ന് കൈവച്ച ചിലപ്പോ ഈ സ്റ്റേഷനിൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ആ പുള്ളീനെ എന്തായാലും സാൻഡി പലറ്റിലോട്ട് കണ്ടു ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ. സാറാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓഫീസർ. നമ്മുടെ DGP ഞാൻ ജനറൽ തന്ന പേര്. അപ്പോ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെങ്കിൽ കൂടെ വരാം. ഓക്കെ സാർ, ഓക്കെ സാർ, വരാം. സാർ. അപ്പോൾ അനിയന്മാരായി പോയില്ലേ? നിങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യണം. കൊള്ളായിരിക്കും സാർ. വണ്ടി എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. ജയിൽ ബസ് എടുത്തു. അവര് കഫടല്ലേ അകത്ത്? കഫ് അടിക്കട്ടെ സാർ. നിങ്ങൾ വെടിവെച്ച് ഇടുന്നൊന്നും കാണാൻ പറ്റത്തില്ല സാർ. അയ്യോ, മക്കളെ വെടിവെച്ച് കൊന്നു. സാറേ പുറത്തോട്ട് വന്നു. ഇപ്പൊ ജയിലിലോട്ട് കൊണ്ടുവരുമെന്ന് കാണണം സാറേ. ഇവര് സമ്മതിക്കുന്നില്ല. എന്ത് പറ്റിയായിരുന്നു? അല്ല ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങിക്കോളാം, പ്രശ്നമില്ല. കാര്യം എന്തായിരുന്നു? പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ വന്നത് പോലെയാണ് അവൻ. സാറിന്റെ ഒന്നുമില്ല സാർ. അല്ല സാർ, ഇപ്പൊ പരിചയപ്പെട്ടവന്മാരെ അവന്മാരെ കാണണമെന്ന് പറയുമോ? ഈ കൂട്ടുകെട്ടല്ല സാറേ മരിങ്ങനാക്കുന്നത്. അല്ല നിങ്ങൾക്ക് നമുക്ക് സംസാരിക്കാം. എന്തായാലും ആദ്യം ആക്ഷൻ എന്ന നിലയിൽ പേടി മൊത്തം എങ്ങനെയാണോ?
ജയിൽ ബസ്സിൽ ഇനി സ്ഥലം ഉണ്ടല്ലോ സാർ. ഉണ്ട്. സാറേ നമ്മളെ ഈ ചിലതൊക്കെ കണ്ണടച്ചങ്ങ് വിടും. ഇല്ലെങ്കിൽ ഓക്കെ മനസ്സിലായോ? ലൈക്ക് നമുക്ക് എല്ലാം എടുത്തു കഴിഞ്ഞാ തലവേദന എല്ലാത്തിനും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഇനി വരുന്ന, അതായത് ഇവിടെ കംപ്ലൈന്റ് ഒക്കെ ചെയ്യാൻ വരുന്നില്ലേ, അവർക്ക് ഒരു ഇതായി മാറും. മനസ്സിലായില്ലേ? നമ്മളിലുള്ള ഒരു വിശ്വാസം പോയി കഴിഞ്ഞാൽ അത് ശരിയാവും. മനസ്സിലാവും? അപ്പൊ ഇപ്പോ തൽക്കാലത്തിൽ വരും. നമുക്ക് പ്രിസൺ ബസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരെ കയറ്റിയോ? അവിടെ ഷട്ടർ അതെ, ഷട്ടറിന്റെ അവിടെ കൊണ്ടുപോകാം. അവിടെ പ്രിസൺ ബസ് റെഡിയാണ്. അതിൽ ലൈക്ക് നിങ്ങളും അവരുടെ കൂടെ വരുന്നോ അതോ? അവരോട് കാരണം അവസാനം കുറച്ചു നേരമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം സാർ. നടന്നില്ലെങ്കിൽ അല്ല, ഒരാൾ അതിൽ കയറിക്കോ, ഒരാൾ എന്റെ കൂടെ വന്നാൽ മതി. ഓക്കെ? അപ്പോ ബിക്കോസ് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ അവരെ ഇപ്പോ കംപ്ലൈന്റ് നിങ്ങൾ കൊടുത്തതല്ലേ, അപ്പൊ അതിനെന്തെങ്കിലും നിങ്ങൾ വാക്ക് തപ്പം അങ്ങോട്ടും അല്ല ഒരുമിച്ച് വരാം സാർ. അങ്ങനല്ല സാർ, അവസാന നിമിഷം രണ്ടുപേർക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ. രണ്ടുപേരും സാറിന് ഇപ്പൊ ഉള്ളത് BMW അല്ലേ? അതെടുത്തോ, എക്സ്പ്ലോറർ വരും. കൂട്ടാൻ പറ്റുന്ന സാറുമാരെല്ലാം കൂട്ടി അങ്ങ് വാ. ഇതിൽ തന്നെ കയറല്ലേ? നിങ്ങളുണ്ടാ എല്ലാരും സാറേ? 2 സാറുമാരുള്ളോ? കൂടെ വിളിച്ച് പട്ടീനെ കൂടെ വിളിച്ച് കയറ്റ്. അവനവിടെ ചെല്ലുമ്പോ ഞാൻ വെട്ടാ കഴുത്തിനെ. അല്ല, അവനാണ് ബോഡി ഷേമിങ്ങിന് മെയിൻ പ്രശ്നം. അവനെ വിളി. അതെ അവനുണ്ടാ സാറേ? എല്ലാരും വാ, എല്ലാരും വാ. ഇപ്പൊ ഞാൻ ഒന്നും ഇപ്പൊ ഒന്നും പറയത്തില്ല. അബിളിനോട് കേറ്റ്. വാച്ചുണ്ടോ? ഇല്ലല്ലോ. ബോബോയുടെ വാച്ചുണ്ടോ? വാച്ചോ? ഇല്ല വാച്ചൊക്കെ വരും. പ്രശ്നം എന്താ മനെ? ഇതെന്താണ് അവിടെ? എന്താണ് നമ്മ വാച്ച് കളഞ്ഞു പറഞ്ഞ് നമ്മളെ കൊല്ലാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ കൊണ്ടുവന്നത് നമ്മളെ കൊണ്ടുവന്നത് ഒരേ കാര്യത്തിലാണ്. നമ്മളെയും കപ്പ് ചെയ്തിരിക്കുവാ, കണ്ടില്ലേ? കപ്പ് ചെയ്തില്ലേ? അമ്മാരുന്ന് എന്തിനാന്ന് വെച്ചാ നമ്മളെ ചെയ്യട്ടെ. നാളെ തൊട്ടുമ്പോ സമാധാനം ഇല്ലാത്ത ദിവസങ്ങളാ. ഷിറ്റ്സു നല്ല ഇവിടുത്തെ ഒരു പീഡിക്കും. വണ്ടി ഓടിക്കുന്നതിനൊക്കെ എന്താ വളവ് വളയ്ക്കാൻ പോലും അറിയില്ലേ? നീ എങ്ങനെ പീഡി കയറി? ലൈസൻസ് ഉണ്ടാ? ഇല്ലടാ, ഇപ്പൊ അവന്മാർ അമ്പി കളിക്കണല്ലോ. ഇപ്പൊ അമ്പി കളിക്കണം. ഇപ്പൊ മിണ്ടത്തില്ല. ഇന്ന് മിണ്ടത്തില്ല. മനസ്സിലായ? ഇപ്പൊ മിണ്ടത്തില്ല. ഇപ്പം ലോകത്തിലൊക്കെ മാന്യന്മാരാ. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ വണ്ടി ഓടിക്കുന്നതിന്റെ ഒക്കെ കുത്തിക്കഴപ്പ് നമ്മൾ കണ്ടുള്ളല്ലേ. അവനിപ്പോ വായില്ല മൊണ്ണക്ക്. എടാ മൊണ്ണപ്പട്ടി വണ്ടി ഓടിക്കുന്നതിനെ നീ നാളെ വാ. നീ നാളെ കേക്കുന്നില്ല. ഞാൻ നിന്റെ സ്പീക്കറാ, JB അല്ല ഞാൻ. നീ പറയുമ്പോ കേക്കുന്നുണ്ടോ പറയാൻ? ഒരാള് ഒരു മാന്യത തിരിച്ചു കിട്ടിയല്ലേ? റേഡിയോ 1.9. എന്തൊരു നല്ല പീഡിയടാ ഇപ്പൊ. ഒരു അവാർഡ് തരട്ടെ സാറേ. ഇപ്പൊ മദർ തെരേസ കേട്ടോ ഇവരെല്ലാം. ഇപ്പൊ വായില്ല, ഇതുമില്ല. ഇപ്പൊ നിങ്ങള് പേടിയായി. ഇതിനു മുന്നേ നിങ്ങളുടെ പേര് വേറെ ആയിരുന്നു. അതാണ് ഇവിടെ പറയാനുള്ള. അത് പറയണ്ട. പീഡിയുടെ പവർ കാണിക്കേണ്ടത് അവരാണ്. നാണം ഇല്ലല്ലോ സാറേ 2 പേരെ കൊണ്ടാൻ വേണ്ടി 16 വണ്ടി എടുത്ത് ഇറങ്ങാൻ. എന്നെ ഒറ്റയ്ക്ക് കപ്പ് ചെയ്തിട്ടൊന്ന് മറ്റേ പവർ അല്ലായിരുന്നു, ഒന്ന് മറ്റേ പീഡിയുടെ പവർ കളികൾ.
ഷോ കാണിക്കണ്ടാ ഷോ കാണിക്കണ്ട ഷോ കാണിക്കണം ഷോ അല്ല ഇപ്പൊ ഷോ കാണിക്കുന്നുണ്ടാ ഇപ്പം മാന്യൻ അമ്പി അതിപ്പോ കീപ്പ് ചെയ്യും അത് കീപ്പ് ചെയ്യും ഇവര് ഈ പട്ടികളെ നാളെ എടുക്കാം ഇപ്പൊ ഈ പട്ടികളെ നാളെ എടുക്കാം ഉമ്മാരെ എവിടെ പോകാനാടാ ഈ ബസ് ഓടിച്ചൊക്കെ തന്നെയല്ലേ ഈ കറുത്ത കോട്ടിട്ട് അകത്ത് വന്ന കപ്പ് ചെയ്യാൻ കണ്ണാപ്പി 2 മിനിറ്റ് ഉണ്ടായി കുറച്ച് ആയില്ലേ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ തിരിച്ചിതുവരെയും. അല്ലല്ല അത് പറയണ്ട ചേട്ടാ പറയണ്ട ഉമ്മാര് പറയാനുള്ള പറഞ്ഞു ചേട്ടാ സീരിയസ് ആയിട്ടേ പറയാം ഇവന്മാര് പൂലോ കമ്പി കളിക്കുക അത്രേ ഉള്ളു. എനിക്കെല്ലാം ആർട്ടായിട്ട് തന്നെ ആവശ്യമാണ് ഞാൻ ഉമ്മാർ ആരും അന്ന് തന്നെ ഇതെടുത്തത് ഉമ്മാര് കാണിച്ച തൊട്ടിത്തരമൊക്കെ എനിക്കറിയാം. നോക്കാം നമുക്ക് നോക്കാം നീ സമാധാനപ്പെടും. എല്ലാരും ചില്ലാവും എല്ലാരും ചില്ലാവും. നമുക്ക് ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. എല്ലാരും ചില്ലാവും. ഇത് കഴിഞ്ഞിട്ട് സ്വർഗരാജ്യത്തോട്ടൊന്ന് വരണം കേട്ടോ എല്ലാരും. ഞാൻ അവിടെ ഉണ്ടാവും. ഗൈസ് എല്ലാവരും RP ആണ് ചെയ്യുന്നതെന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. വേറെ ഒന്നും വേണ്ട. അണ്ടർസ്റ്റാൻഡ്? അത്രയേ ഉള്ളൂ. നമുക്കിത് നല്ല രീതിയിൽ എൻഡപ്പ് ചെയ്യാം. വെയിറ്റ് ചെയ്യും. സാറേ സാറേ എന്താണ് സാറേ കണ്ണൂടെ കൊറോണ ബാച്ച് ആയിരുന്നോ സാറേ? അതിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇത് എന്താടേ എല്ലാം ഇതാന്ന് എല്ലാം ഒരു അന്ധനെ പോലീസ് എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും അത്? ഇത് കൊറോണ ബാച്ച് അല്ലേ? ഇത് രണ്ടായിരത്തി 2018 ഓൺലൈൻ ക്ലാസ് കോച്ചിങ് അതുപോലെ അതാണ്. ഇപ്രാവശ്യം എവിടെ സാറേ സാൻഡിയിലാണോ? കഴിഞ്ഞ പ്രാവശ്യം പലേറ്റോലായിരുന്നു സാറിന്റെ മറ്റേ പവറൊക്കെ കാണിച്ച് കഫൊക്കെ നമ്മളെ അടിച്ചത്. ഇപ്രാവശ്യം വെറൈറ്റി ആണല്ലേ? ഓ ഇവിടെ എന്ത് മാന്യമാണോ വണ്ടി ഓടിക്കുന്ന ഓഫീസർ. ഹലോ അങ്ങോട്ട് പോയാലോ? എനിക്കൊരു കാര്യം പറയണ്ട. വാ. സാർ, എനിക്ക് ചില കാര്യങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാണ്ട്. ഇത്രയും നേരം ഞാൻ
പറഞ്ഞ ഒരു കാര്യം, ആ വണ്ടിയിൽ വന്ന പോലീസ് ഓഫീസറിനെ ഒന്ന് വിളിക്കുമോ സാർ? എന്നാൽ എനിക്ക് കാര്യം ഒന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അവരുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണം. അവരടുത്തുനിന്ന് മാറി സംസാരിക്കണം. അതായത് ആ പോലീസ് ഓഫീസേഴ്സിനെ മാത്രം വിളിച്ചാൽ മതി, അവന്മാരെ വിളിക്കണ്ട. സാറേ അവരെ എസ്കോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് വരണേ. പുറത്ത് ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവര് മതിയോ അതോ എല്ലാരും വേണോ? അല്ല, വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നവരൊക്കെ വേണം സാറേ. മാഡവും രണ്ടുപേരും അവരുടെ അടുത്ത് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാൻ. എസ്കോർട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വരും. ഇതിനി പറയാതിരുന്നാൽ ശരിയാകത്തില്ല സാർ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിൽ. അത് ഞാൻ പറയാമോ ബാബു? ഇത് ഇനി പറഞ്ഞേക്കാം. അത് എന്റെ അതാണ് അവിടെ എത്ര നേരം പറഞ്ഞത്. എന്തോ അന്ന് പോലും അറിയത്തില്ല കേട്ടോ ബാബു, ആ സപ്പോർട്ട് കേട്ടോ. സാറേ ആ വണ്ടിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ വണ്ടിക്കകത്തിരുന്ന് സാറ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ അവന് ഇത്രയും നേരം. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ സാറേ, നമ്മളൊരു വീട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തുവായിരുന്നു സാറേ? ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരു അസുഖമുണ്ട്. അടി കൊടുത്ത് വളർത്താത്തതിന്റെയാണ് സാറേ. അല്ല, അതല്ല സാറേ, ഇവന്മാർക്ക് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. ആദ്യം അതെ സാർ, രണ്ടുപേർക്കും ഉണ്ട്. ആദ്യം ഇവന്റെ തന്ത ആരാന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇവന്റെ സ്വഭാവം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല സാറേ, ഇവർക്കൊരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. ആരാണ് മുമ്പിൽ എന്താണെന്ന് ചില സമയത്ത് ഇവന്മാരെ ഓർക്കത്തില്ല, ഒന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും. സാറിനോടും മാഡത്തിനോടും ഒക്കെ സംസാരിച്ച പോലെ എന്നോട്, അവനെ ഇത്ര വളർത്തി വലുതാക്കിയതും എല്ലാം ഞാനാണ് സാറേ. പക്ഷെ എന്നോട് പോലും ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് എന്നെ എന്തൊക്കെ വിളിക്കുന്നത് സാറിനെ. ഇപ്പോൾ ഈ മാഡത്തിന് കുറച്ച് മുമ്പ് സാറിനെ ഈ വന്ന സാറിനെ പട്ടിയെന്നൊക്കെ വിളിച്ചായിരുന്നു. അതുപോലെ എന്നെ വിളിക്കും സാറേ പട്ടിയെന്നും. ഇതൊക്കെ എത്ര നാളെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നു സാറേ. ഞാൻ കേട്ടിട്ട് ഞാൻ മാഡത്തിന് നിങ്ങൾക്ക് ആർക്കൊന്നും വിഷമം വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും നാൾ വളർത്തി വലുതാക്കി ഞങ്ങളുടെ അടുത്ത് പോലും അവന്മാർ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളുടെ അടുത്ത്. ക്രോമസോം ഡിസോർഡർ ആണ് സർ. ക്രോമസോം ഡിസോർഡർ കുറച്ച് വളർത്തു ദോഷമുണ്ട്. നേരെ വളരുന്നില്ല സർ. ഞാൻ പറയാം ഡിസോർഡർ ഉണ്ട്. അതെ സാർ, ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ തല്ലുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾ അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക് സാർ. കാര്യമില്ല സാർ, അത് എനിക്കറിയാം. ലേറ്റ് ആയി പോയി എന്നുള്ളൊരു കാര്യം എനിക്കറിയാം സാർ. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഞാനത് പറഞ്ഞത്. പീഡിക്കിടന്ന് ഡയലോഗ് അടിച്ച ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരുടെ കംപ്ലൈന്റും ഉണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ എത്രയാന്ന് വെച്ചാ പറയുന്നേ? നമുക്കത് ചോദിക്കാം സാറേ. ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് അവസാനമായിട്ട് ഒന്ന് കാണണം സാറേ. പോകുന്നല്ല സാർ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് സംസാരിച്ച് നോക്കും. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഇഷ്യൂ. പക്ഷേ ശരി, ഫൈൻസ് കാര്യങ്ങളുണ്ടാവും. അല്ല നിങ്ങൾ അതെ നമുക്കുണ്ട്. അതായത് നിങ്ങളുടെ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ചു സാർ. നിങ്ങൾ ഒരു അവസരം തരാം, ഞങ്ങൾ അകത്ത് സംസാരിച്ചിട്ട് വരട്ടെ. അല്ല സാർ, പേഴ്സണലി ഒന്ന് ഉപദേശിക്കാനായിരുന്നു. അത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുറച്ച് കംഫർട്ട് ആയിരുന്നു. അല്ലെങ്കിൽ അവര് വേറെ രീതിയിൽ റിയാക്ട് ചെയ്യിച്ചായിരുന്നു. ഡീലിനകത്ത് പുറത്ത് നിർത്താവോ നമ്മളെ? ഇങ്ങോട്ട് മള്ളി അങ്ങോട്ട് മാറി ഒന്ന് കാണിച്ചു കൊടുക്കേ പറഞ്ഞോട്ടെ. വഴി മാറിപ്പോയി. നിങ്ങളാ പുതിയ പീഡിയ ഇതായിരുന്നു. കുഴപ്പമില്ല. മള്ളി ഇങ്ങോട്ട് കാണാവോ? വിഷമം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല.
എനിക്കറിയാം നിനക്കൊരു തെറ്റ് പറ്റി പോയതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അത് കുഴപ്പമില്ല സാർ. അവർക്ക് തെറ്റ് പറ്റിയതാണ്, അവര് സമ്മതിച്ചത്. അത് ഇനിയിപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് എല്ലാ ലൈഫിൽ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റൂടാ കണ്ണാപ്പി ബോബോയ്. അത് സാർ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോ കണ്ണാപ്പി ഇവിടുത്തെ ഗവൺമെന്റ് റൂൾസ് പ്രകാരം നിങ്ങൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ തെറ്റാണ് കണ്ണാപ്പി. ഇതുവരെ കണ്ണാപ്പി അധികം സംസാരിക്കില്ല, ഞങ്ങൾക്ക് സമയമില്ല. 2 മിനിറ്റേ ഉള്ളൂ, തിരിച്ചു പോകുന്നതാണ്. സങ്കടമുണ്ട് എനിക്ക്. ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നാണം കിടത്തല്ലേ പ്ലീസ്, ഒരു ചേട്ടനുള്ള രീതിയിൽ. അപ്പൊ സാർ തെറ്റാണ്, ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് എന്താന്ന് വെച്ചാൽ അതിന്റെ ആക്ഷൻസ് എടുക്കാം. ബാക്കി ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഒന്നും ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ബാബു സാർ ഞങ്ങൾ പോകുന്നു. അതിനു മുമ്പ് നിങ്ങളുടെ ഫേസ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ID കാർഡ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ID കാർഡ് എങ്ങനെയാണ് സാർ? അത് Z-Muscle ID കാർഡ്. എന്തോ Z-Muscle പോയിട്ട് വരട്ടാ. ഏത് മസിലാണ്? വരുന്നില്ല സാർ, എനിക്ക് കാണിക്കുന്നില്ല. സാറിന് റീഡിൽ മെനു വരുന്ന മസിലാണ്. ഇല്ല സാർ. ഒന്ന് വെളിയിലോട്ട് സാർ, ഒന്ന് വെളിയിലോട്ട് വരും. ഒരു മിനിറ്റ്. ബാബു എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ബാബു കണ്ടിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കുറച്ചേരം കൂടെ കാണും. അല്ല, നിങ്ങൾക്ക് അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇല്ല സാർ. അല്ല, ഇനി സ്നേഹം മാത്രം പോരല്ലോ സാർ, സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റും സാർ. നമുക്ക് വെളിയിൽ ഇറങ്ങി സംസാരിക്കാം. ഫോട്ടോ എടുത്തേക്കാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്തോ? സോറി. മറ്റേ പുള്ളിന്റെ ഇത് എങ്ങനെയാണ് ഐഡന്റിറ്റി കാണിക്കുന്നത്? സെഡില് ഒരു റേഡിയൽ മെനു മിസൽ വരുന്നുണ്ടോ? സെഡില് ഇല്ല, ഒന്നും വരുന്നില്ല. സെഡില് ഒന്നും സെഡ് ഞെക്കിയിട്ട് ഒന്നും വരുന്നില്ല എനിക്ക്. F3 F5 F3 ID കാർഡ്സ്. ID cards ഷോ ID കാർഡ് ഷോ ദാ സാർ. ഓക്കെ. മെയിൽ. ഓക്കെ. എന്തായാലും ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ അനിയന്മാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാർ നമ്മുടെ സൈഡിൽ നിന്ന് അത് സോറി ചോദിക്കുന്നു. അവരുടെ അസുഖത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് സാർ. അങ്ങനെ മാത്രം സാർ കണ്ടാൽ മതി. ഇല്ല, നമുക്കിപ്പോ അവിടെ ഒന്ന് കുറ്റം സംഭവിച്ചു, നിങ്ങളുടെ കേസിൽ കുറ്റം സംഭവിച്ചു. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അവിടെ PD ലോബിയില്, അതായത് സിവിലിയൻസ് കറങ്ങുന്ന ലോബിയിൽ സമ്മതിച്ചു സാർ. അത് കേട്ടല്ലോ, കണ്ടില്ലായിരുന്നു. ഓക്കെ, അതല്ല. ഇപ്പൊ മെയിൻ ആയിട്ട് പ്രശ്നം ലൈക്ക് ലോബി, അതായത് PD ഏരിയയിൽ ലോബി സെക്ഷനിൽ വന്നാണ് അവര് ഇത്രയും ബഹളം ഉണ്ടാക്കിയത്. PDനെ കുറിച്ച് പറഞ്ഞു ആ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയി. മനസ്സിലായി? പിന്നെ ആ വാറ്റെങ്ങാനും അവർ വിട്ടിട്ടുണ്ടെങ്കിലേ അതിന്റെ വെറുത്ത് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയണേ. അതെ, ലൈക്ക് ഇപ്പോ എന്താണ് ആ കേസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ? അതോ അല്ല സാർ, അതിന് പണിഷ്മെന്റ് നിങ്ങൾ എന്താ വെച്ചാൽ കൊടുത്തു സാർ? അത്രയും മതി, നമുക്കത് മതി സാർ. ഒരു പണിഷ്മെന്റ്, കാരണം ഇനി ഒരിക്കലും മോചനം അവന്റെ തലച്ചോറിൽ വരരുത് ആ ഒരു വാക്ക്. അല്ല, നമുക്കത് റിക്കവർ ചെയ്യണ്ടേ? ഇല്ല സാർ, ഇപ്പൊ അനിയന്മാരെ നന്നാവാൻ വേണ്ടിട്ട് ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ കിട്ടിയാലേ പഠിക്കത്തുള്ളൂ സാർ. സത്യം. 1.5 കോടിയല്ലേ? 1-2 കോടി 2.25 കോടി നമുക്ക് ഉണ്ടാക്കാം. തൊണ്ടി കിട്ടാതെ നമുക്കിപ്പോ അതാ ആ തെണ്ടികളോട് ചോദിച്ചാൽ പറയും സാർ, ഉറപ്പായിട്ടും. സാറ് നന്നായിട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെണ്ടികൾ തൊണ്ടി പറഞ്ഞു തരും. അതെ, ഓക്കെ. നമ്മുടെ ഇവിടെ കൈ വെക്കാന്ന് പറഞ്ഞാ വെക്കേണ്ടി വരുമല്ലോ. അതെ സാർ, അതെ. കേറേണ്ടത് കേറേണ്ട സ്ഥലത്ത് കേറിയാ വരേണ്ടത് വരേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ട് വരും സാർ. ലൈക്ക് നമ്മുടെ, അതായത് നിങ്ങളുടെ കേസ് വെച്ച് നമ്മൾ അവിടുന്ന് തന്നെ പ്രോസസ് ചെയ്യേണ്ടതാണ്.
ഈവൻ അവിടെ കംപ്ലൈന്റ് പറയാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ കുറെ സിവിലിയൻസ് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് PD. അതുകൊണ്ടാണ് അവർ വലിയ മിസ്റ്റേക്ക് ആണ് സാർ, അത് വലിയ Quite mistake. understandable. അപ്പോ എന്തായാലും നിങ്ങള് ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിട്ട് വിടാം. Okay, sir. സാറേ കൊണ്ടോണേ. കൊണ്ടോണോ? ആരായിരുന്നു? കണ്ണാപ്പി. ഓ താങ്ക് യു. അടിച്ചു വന്നാണ് കേട്ടാ, പോയി പറഞ്ഞേക്കാം. ബോഡി എപ്പോ കിട്ടുമെന്ന് ചോദിച്ചിട്ട് പോയാല. മള്ളി പക്ഷേ ഇതിലേ ഒരു കാര്യം പറയാം, ഇതിൽ എല്ലാരും നല്ലവരാണെന്ന് അറിയില്ല, പക്ഷേ മര്യാദയ്ക്ക് സംസാരിക്കുന്നവരും ഉണ്ട്. ആ എല്ലാരും കാര്യം നമുക്ക് അറിഞ്ഞൂടാ. കണ്ണാപ്പി ചത്തോട്ടു. ചിരിച്ചിട്ട് മാടപ്പള. എടാ അല്ല രണ്ടു പൊടി ഒരുമിച്ച് എത്തിച്ചതെന്ന് പറഞ്ഞിട്ട് വരട്ടാ. നമുക്ക് ഓക്കേ. എന്റെ അമ്മ. അയ്യോ